عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، العاقبة للمتقين، والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. إنما المؤمنون إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العلي العظيم. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി മിത്രങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഒരുമിച്ച് കൂട്ടാവാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെയും അവനിലുണ്ടായിരിക്കുന്ന അടയാളങ്ങളെയും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുകിറല്ലാഹ്. ഏതെങ്കിലും ഒരുത്തൻ ഒരു സത്യവിശ്വാസിയുടെ മുന്നിൽ വെച്ച് അല്ലാഹ് എന്ന നാമം ഉദ്ധരിച്ചാൽ വജിലത്ത് ഖുലൂബുഹും, അവന്റെ കൈകാലുകൾ വിറക്കുകയാണ്, അവന്റെ ഹൃദയങ്ങൾ പിടക്കുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വെറും അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോൾ താൻ മുമ്പ് ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി അല്ലാഹു ആകുന്നത് അർശിലാണ്. ഉടനടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നല്ലേ? അൽ അർശു ലില്ലാഹി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിനകത്താണ് അല്ലാഹു തആലയുടെ അർശ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ടായിരിക്കുന്ന അടയാളങ്ങളെയും വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികളുണ്ടല്ലോ, നിശ്ചയം അവർ വിജയിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടായിരിക്കുന്ന അടയാളങ്ങളെ പറയുകയാണ്. തീർച്ചയായും ഉണ്ടല്ലോ, സത്യവിശ്വാസികൾ വിജയിച്ചവരാണ്. കാരണം എന്തെന്നല്ലേ? അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തി പുലർത്തുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനടി പറയുകയാണ്, താങ്കളുടെ നിസ്കാരത്തിന്റെ നിർബന്ധമായ സമയമാവുകയും അതോടുകൂടെ നല്ല ഭയഭക്തിയോടുകൂടെ നല്ല ഖുശൂഅോടുകൂടെ നല്ല രീതിയിൽ ഒരു നമസ്കാരം നിസ്കരിച്ചാൽ താൻ മുമ്പ് ചെയ്തു പോയ എല്ലാ പാപങ്ങളും ആ നമസ്കാരത്തോടുകൂടി പൊറുക്കപ്പെടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, വല്ലദീന ഹും അനിൽ ലഅവി മുരിദൂൻ. തീർച്ചയായും സത്യവിശ്വാസികളുണ്ടല്ലോ, അവർ അവരുടെ വെറും വർത്തമാനങ്ങൾ തൊട്ട് എപ്പോഴും ഒഴിവാക്കി നൽകുന്നവരാണ്. കാരണം എന്തെന്നല്ലേ? ഇന്നമദ്ദുന്യാ ഖയാലുൻ ആരിളൂൻ ഖല്ലമാ യബ്ഖാ അഖ്ബാറുൻ തുഖസ്. തീർച്ചയായും ഈ നശ്വരമായ ദുനിയാവുണ്ടല്ലോ, ഈ നീങ്ങിപ്പോകുന്നതായ ദുനിയാവുണ്ടല്ലോ, അവർ ഈ ദുനിയാവിനേക്ക് യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നർത്ഥം. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, വല്ലദീന ഹും ലിസകാത്തി ഫായിലൂൻ. തീർച്ചയായും സത്യവിശ്വാസികളുണ്ടല്ലോ, അവർ അവരുടെ സകാത്തിനെ നൽകി അവർ അവരുടെ ശരീര ശുദ്ധി ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്.
ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് നല്ല ഖുശൂഅോടുകൂടെ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ട് കാര്യമില്ല. താങ്കളുടെ സമ്പത്തിൽ നിന്നും ഈ സമയം ഒന്ന് ആലോചിക്കുക. ഈ സമയം ഒന്ന് ആലോചിക്കുക. താങ്കളുടെ സമ്പത്തിൽ നിന്നും താങ്കളുടെ സക്കാത്തിന് വേണ്ടിയിട്ട് സമ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. തീർച്ചയായും സത്യവിശ്വാസികളുണ്ടല്ലോ, അവരവരുടെ ഗുഹ്യഭാഗങ്ങളെ തൊട്ട് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരവരുടെ ഗുഹ്യഭാഗങ്ങളൊന്ന് വെളിവാകുന്നതിനെ ഭയമുള്ളവരാണ്. അഞ്ചാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅദിഹിം റാഊൻ. തീർച്ചയായും സത്യവിശ്വാസികൾ അവർ ഉടമ്പടികളെയും വിശ്വാസ വസ്തുക്കളെയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അല്ലയോ റസൂലേ, ഖിയാമത്ത് നാൾ എന്താണ്? ഖിയാമത്ത് നാൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയം നൽകിയ മറുപടി എന്തെന്നല്ലേ? അധികാരം അനർഹരുടെ കൈകളിലെത്തിയാൽ നീ അന്ത്യനാളിനെ സൂക്ഷിച്ചു കൊള്ളുക എന്നായിരുന്നു. ഈ കെട്ടകാലത്തടാ നിനക്ക് നല്ല ഭയഭക്തിയോടുകൂടെ നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിലടാ നീയാണ് യഥാർത്ഥ സത്യവിശ്വാസി. ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. തീർച്ചയായും സത്യവിശ്വാസികളുണ്ടല്ലോ, അവർ അവരുടെ നിസ്കാരങ്ങളെ അതിനെ കൃത്യമായ സമയത്ത് തന്നെ നിർവഹിച്ചു കിട്ടുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നമസ്കാരമാണ്. നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next Chancellor Ta'a on the stage. Judges please note call letter Ta'a on the stage.